നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് എ കപ്പിൽ ലൈറ്റൺ ഓറിയൻറ്റിനെതിരെ 2-1 വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത്. പക്ഷേ ആദ്യ പകുതിയിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പുറകിലായിരുന്നു. 16-ാമത്തെ മിനിറ്റിൽ ആ കിടിലൻ ഗോളിൽ സിറ്റി ഒന്ന് കിടുങ്ങിയതാണ്. അത് പക്ഷേ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഒർട്ടേഗയുടെ ഓൺ ഗോൾ എന്നാണ് ഒഫീഷ്യലി രേഖപ്പെടുത്തുക. നിക്കോ ഗോൺസാലസിൽ നിന്ന് പന്ത് ഡിസ്പോസ് ചെയ്ത് ആ ഒരു ഗോള് ഏതാണ്ട് മൈതാന മധ്യത്തിൽ എന്ന രൂപത്തിൽ അടിച്ചു വിട്ട ബോളാണ്. ഡോൺലിയുടെ ആ ഒരു സ്ട്രൈക്കിന് കൈയടിക്കണം. അത് പക്ഷേ ബാറിൽ കൊണ്ട് ഒർട്ടേഗയുടെ ദേഹത്ത് കൊണ്ടാണ് വലയിലേക്ക് കയറുന്നത്. അപ്പോൾ ഓൺ ഗോളായിട്ടാണ് അത് രേഖപ്പെടുത്തുക. എന്നാലും അത് ഒരു കിടിലൻ സ്ട്രൈക്ക് തന്നെയായിരുന്നു. ആദ്യ പകുതി കഴിയുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് സിറ്റി പുറകിലായിരുന്നു. രണ്ടാം പകുതിയിൽ 56-ാമത്തെ മിനിറ്റിൽ അബ്ദുൽ ഖാദിർ കുഷാനോവിൻ്റെ ആദ്യ സിറ്റി ഗോൾ അത് ഡിഫ്ലക്റ്റഡ് ആയിട്ട് വലയിലേക്ക് കയറിയതാണ്. ഏതായാലും ആ ഗോൾ സിറ്റിയെ ഒപ്പമെത്തിച്ചു. തുടർന്ന് 79-ാമത്തെ മിനിറ്റിൽ KDBയുടെ ഗോൾ കൂടി വന്നപ്പോൾ 2-1 വിജയമാണ് ഫോർത്ത് റൗണ്ടിൽ, എഫ് എ കപ്പിൻ്റെ ഫോർത്ത് റൗണ്ടിൽ ലൈറ്റൺ ഓറിയൻറ്റിനെതിരെ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. സ്കോർ ലൈൻ എന്തായാലും സിറ്റിയുടെ ഒരു ആധിപത്യം കാണിക്കുന്നതല്ല. എന്നാൽ കളിക്കളത്തിൽ സിറ്റി നല്ല ആധിപത്യം തന്നെയാണ് പുലർത്തിയത്. പെപ് ഗാർഡിയോള കളിക്ക് ശേഷം പറഞ്ഞത് ഒരു 10-15 മിനിറ്റ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങൾ മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. വിജയം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പെപ്പ് പറയുന്നത്. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫോർത്ത് റൗണ്ടിൽ അവർ വിജയിച്ച് കയറിയിരിക്കുന്നു. ഇനി അവരുടെ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലാണ്. അവിടെ അവർ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.